നമസ്കാരം. ചാനൽ ഫോർ യു പ്രിയപ്പെട്ട എല്ലാ സഹാക്കൾക്കും ഒരിക്കൽ കൂടെ ഒരു സ്നേഹ അഭിവാദ്യങ്ങൾ. സഹാക്കളെ, നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു. നമ്മൾ വീണ്ടും പാർട്ടി പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാമല്ലോ, പാർട്ടിക്കെതിരെ ഒരു കൂട്ടമായിട്ടുള്ള ഒരു ആക്രമണം നടക്കുന്ന സമയത്തിലാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി കസേരയിലോട്ടേക്ക് ഒരു ബസ് നിറച്ചുള്ള ആൾക്കാരുമായിട്ട് UDF തയ്യാറായിട്ട് നിൽക്കുക. വരുന്ന 4-ാം തീയതി, മെയ് മാസം 4-ാം തീയതി ഏകദേശം ഉച്ചയോടുകൂടെ ഇവരുടെ എല്ലാ മോഹങ്ങളുടെ മേൽ തിരശീല വീഴും. നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്, കഴിഞ്ഞ 2021 മെയ് മാസം 21-ാം തീയതി പിണറായി വിജയനും ഇപ്പോഴത്തെ മന്ത്രിമാരും എല്ലാം സത്യപ്രതിജ്ഞ ദിവസം മോദിയും കൂട്ടരും കടുത്ത വർഗീയതയും നുണപ്രചരണങ്ങളും പണക്കൊഴുപ്പും കൊണ്ടാണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിനിടയിൽ കൂടെ നമ്മുടെ എല്ലാ ദുരന്തങ്ങളെയും നമ്മൾ അതിജീവിച്ചു. നുണക്കോട്ടകൾ, മാധ്യമങ്ങൾ ഒരു ഉറപ്പുമില്ലാതെ നുണ പറയാനുള്ള കഴിവുള്ള ഒരു കൂട്ടരെ നമ്മൾ തകർത്തടിക്കേണ്ടതുണ്ടായിരുന്നു. ഇവർക്കെല്ലാവർക്കും കൂടെ മറുപടിയായിട്ട് ജനങ്ങൾ കൊടുക്കുന്ന മറുപടി 4-ാം തീയതി ഉച്ചയോടുകൂടെ കരണത്തിൽ അടിയേറ്റ മാതിരി ഇവർ മാറുമെന്നുള്ളതിൽ കൃത്യമായി ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിച്ച ഒരു സഹാക്കൾക്കും സംശയം ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു. നമ്മൾ വീണ്ടും വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടെ തന്നെ നമ്മൾ ഭരണത്തിലോട്ട് തിരിച്ചു വരും. ഉമ്മൻചാണ്ടി സാറ് കുറച്ച് ഒരു ലോഡ് കല്ല് കൊണ്ടുവന്ന് കേരളം മൊത്തം ഇട്ടിട്ടുണ്ട്. ആ കല്ല് കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഇവർക്കൊന്നും പറയാൻ പറ്റാത്ത നുണക്കോട്ടകൾ പറയാൻ പോലും സാധിക്കാത്ത വിധത്തിൽ UDF തകർന്ന് അടിഞ്ഞു പോകുമായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ വരാൻ പോകുന്ന വിജയത്തിന് മുന്നോടിയായിട്ടുള്ള നമ്മുടെ മൗനവും അതികഠിനമായി വരാൻ പോകുന്ന പരാജയത്തിന് മുന്നിലുള്ള തമ്മിലടിക്ക് തയ്യാറെടുക്കുന്ന കസേരകളിയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ഒരു അന്ത്യം കുറിക്കുമ്പോൾ ഈ മെയ് മാസം വീണ്ടും നമ്മളൊരു സത്യപ്രതിജ്ഞ, ഇടതുപക്ഷ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് നേർ സാക്ഷികളാകും. ആ നല്ല ദിവസം എത്രയും വേഗം വന്ന് ചേരും. ആത്മവിശ്വാസത്തോടെ നമുക്ക് കാത്തിരിക്കാം. പിന്നെ പ്രിയപ്പെട്ട സഹാക്കളെ, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സഹായിക്കണം. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. ലാൽ സലാം.